സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് ഡെൻമാർക്കിൽ ഇവിടുന്നൊരു ജങ്കാർ കയറിയിട്ട് അപ്പുറത്തൊരു ഐലൻഡ് മാതിരി കണ്ട അവിടെ പോയിട്ട് ലോഡ് കയറ്റിയിട്ട് തിരിച്ച് വരണം. അപ്പോൾ ഫെറി എന്ന് പറയുന്നത് ഫെറി. അപ്പോൾ ഈ ഫെറി കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മൾ ലോഡ് കയറ്റിയിട്ട് തിരിച്ച് വരണം. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണുന്നില്ല, അതാണ് ജങ്കാർ. അത് അവിടുന്ന് ഇനി ഇവിടെ വന്ന് ഇവിടെയാണ് നമുക്ക് കയറേണ്ട സ്ഥലം. അപ്പോൾ അവരവിടുന്ന് വന്നിട്ട് നമുക്ക് ഇവിടെ സിഗ്നൽ തരും. ആ സിഗ്നൽ തരുന്നതിന് നമ്മൾ കയറിപ്പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മുടെ 20 യൂറോ ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 2000 സംതിങ് അത് കൊടുത്തിട്ട് വേണം നമ്മൾ അക്കരയ്ക്ക് നമ്മുടെ ഈ വണ്ടിയായിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി ലോഡിങ് ആണ്. അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അതേ ജങ്കാർ കയറി തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. മനസ്സിലായോ? നമ്മുടെ ഈ ലൈന് ഇത് ഇവിടെ നമ്മുടെ ട്രക്കുകൾക്കും തൊട്ടപ്പുറത്തായിട്ട് ഈ ലൈന് വരുന്നത് കാറുകൾക്കുമാണേ. ജങ്കാർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടേ. അപ്പോൾ അത് അവിടുന്ന് പുറപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 200 മീറ്ററിൽ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും 5 മിനിറ്റിൽ ഇങ്ങോട്ടും ജങ്കാർ ഉണ്ടതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 2 കാറായാലും ഇനിയിപ്പോൾ ഒരു ട്രെയിലർ മാത്രമേ ഉള്ളെങ്കിലും അവർ അക്കരയ്ക്കും ഇക്കരയ്ക്കും കൊണ്ടുപോകും. മനസ്സിലായത്? ആ വരുന്നുണ്ടേ, സാധനം വരുന്നുണ്ടേ, കണ്ട. ഇനി ഇതിപ്പോൾ അവിടുന്ന് വന്ന് ഇവിടെയാണ് നിർത്തുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ അതവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോയാൽ നമ്മൾ ഇനി അതിൽ കയറി അപ്പുറത്ത് പോയിട്ട് ലോഡ് കയറ്റണം. ലോഡ് കയറ്റിയിട്ട് തിരിച്ചിങ്ങോട്ടനെ വരണം. ഓക്കെ, ഒരു വെറൈറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് നമ്മളെ ആ പ്ലേസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് സിഗ്നൽ തരും. ആ സിഗ്നൽ തരുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ഇപ്പം തന്നെ ഒരു 4 കാറ് കയറാണ്ട്. 4 കാറിൻ്റെ കൂടെ നമ്മളെ വണ്ടി എന്താണെന്നറിയില്ല. അവർ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജങ്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകളും ഇതിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടികൾ മാത്രമല്ലാണ്ട് ആളുകളും യാത്ര ചെയ്യുന്നുണ്ട്. ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ബസ് അതിൽ ആൾക്കാർ വന്നിട്ട് അതിൽ കയറി പോകുന്നതിന് വേണ്ടിയിട്ട് ബസ് ഇവിടെ കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും ഒരു എന്താ പറയുക, നാട്ടിൽ നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ട്രക്കും ട്രെയിലറുമായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു രസമാണ്. ഇപ്പോൾ ഇവിടെ 6 മണി. ഇവിടെ ഇപ്പം എന്താ പറയുക, രാത്രീൻ്റെ ആയിരിക്കും കുറവും, പകലിൻ്റെ കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 4:30 കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നേരം വെളുത്ത് സെറ്റാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ നാട്ടിലത്തെ ഒരു 8 മണീൻ്റെ ഒരു ഫീലിംഗ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വണ്ടികൾ വന്ന് ഇറങ്ങുന്നത് കാണാം. അതിനുശേഷം നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുന്നതും കാണാം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ വേണം. ഓക്കെ, അതാ വന്ന് ഇവിടെ എത്തി. ഇനി അതാ ഓപ്പണാക്കി, ഗേറ്റ് ഓപ്പണാക്കി. വണ്ടിയിൽ ഓരോന്ന് വെച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കാറുകളാണ്. ഒരു സൈക്കിളുകാരൻ പോകുന്നുണ്ടോ? സൈക്കിളുകാരൻ
ഇനിയും വണ്ടി വരാനുണ്ട്. ഇതേ ഇവിടുത്തെ കാറുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാറുകളുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. ഒരു ചെറിയ ട്രക്ക്, അത് ഇന്നലെ ഇവിടെ ഇതിൻ്റെ ബാക്കി ഓർഡർ ഇവിടെ അയച്ചു പോയതാട്ടോ ഈ ട്രക്ക്. അപ്പം നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോയാൽ മതി. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോകട്ടോ. ഇനി നമ്മുടെ പോയാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ്സുകാരൻ പോയി. നമ്മുടെ ടേക്കാണ്. ഒരു കാറുകാരൻ നമുക്ക് യെസ് ഓക്കെ. നമ്മളതാണ് നമ്മുടെ പോയി. ക്യാഷ് കൊടുക്കാൻ പോകണേ. ക്യാഷിന് വേണ്ടി വന്നതാണ്. നമ്മുടെ വണ്ടി മൂവ് ചെയ്യാണ് കേട്ടോ. പൈസ കൊടുക്കണല്ലോ ഈശ്വര. അയാൾ കാർഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ വണ്ടി മൂവ് ചെയ്ത് അയാൾ പൈസ വാങ്ങണ്ടേ. ക്യാഷിന് വേണ്ടി വെയിറ്റിംഗ് ആണേ. ഇതിപ്പോൾ അങ്ങത്തല്ല, നമ്മൾ യാത്ര തിരിച്ചു. അടിപൊളി. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ക്യാഷ് കൊടുക്കണ്ടേ. ഇയാളിപ്പോൾ എന്താ ചെയ്യുന്ന ഈശ്വര. പൈസ കൊടുത്താലേ പോവുള്ളൂ, അത് വേറെ കാര്യം. അക്കരെ 2-3 വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളക്കരെ എത്തി. ഇത്രയേ ഉള്ളൂ സംഭവം. ഷടപെടേ യാ. താങ്ക് യു. ഓക്കെ, നമുക്ക് ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 150 ഡെൻമാർക്ക് എന്തോ നോളനോ അങ്ങനെ എന്താ പറയുക ഇവിടുത്തെ പൈസക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ എത്തി, നമ്മൾ സ്ഥലത്തെത്തി. നിങ്ങൾ കാണുന്നില്ലേ, ട്രക്ക് വെയിറ്റിംഗ് ആണ്. കൊള്ളാം, വേറൊരു മൂഡ്. ഇനിയിപ്പോൾ ഇതേ ഇതിൽ തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറി വരണം. നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ. ഇന്നലെ ഇവിടെ പാർക്ക് ചെയ്ത് കിടന്നപ്പോഴൊക്കെ നല്ലൊരു ഇത്. പിന്നെ ടോയ്ലറ്റ് ആയാലും എല്ലാം അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളാണ്. അടിപൊളി ടോയ്ലറ്റ്, നല്ല വൃത്തിയോടുകൂടി അവർ ചെയ്യുന്ന ടോയ്ലറ്റ്. എന്തായാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ അക്കരെ നിക്കരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി, എന്താ പറയുക, എല്ലാവരും നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് കയറുന്നേരം അതിൻ്റെ ഒരു ഫീലിങ്. നമ്മൾ ഏകദേശം അതിൻ്റെ തൊട്ടടുത്ത് എത്തി. വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് കാറുകളേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് പോയിട്ടാണ് പോകേണ്ടത്. യെസ്, നമ്മളെത്തി.
നമ്മളെത്തി ഗായ്സ്. പ്ലാറ്റ്ഫോം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ട് ഇടിക്കുന്നു. യെസ്, ലോക്കായി. ഇദ്ദേഹമാണ് ഇതിൻ്റെ ആള് കേട്ടോ. മൂപ്പര് പറയുന്നതനുസരിച്ചാണ് വണ്ടി പോകുന്നതും വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാറുണ്ടായില്ലേ. എല്ലാ കാറുകളും പറഞ്ഞ ശേഷം കേട്ടോ നമ്മുടെ യാത്ര. പ്രത്യേകിച്ച് കേട്ടോ. ബൈ. നമ്മൾ കാര്യം കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇനി ഇതാ ഇപ്പോൾ ആ കാണുന്ന വണ്ടിയിൽ ഇനി ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ വീഡിയോ. അടിപൊളി മീനുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.